പത്തനംതിട്ടയിൽ കള്ളവോട്ട് ആരോപണത്തിൽ LDFന്റെ പരാതിയിൽ വരണാധികാരിയായ ജില്ലാ കളക്ടർ നടപടി സ്വീകരിച്ചു. BLO അടക്കം 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നതിനോടൊപ്പം വോട്ട് അസാധുവാക്കും. UDF വാർഡ് മെമ്പറും BLOയും മരിച്ചയാളുടെ പേരിലെ വോട്ട് മരുമകളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നായിരുന്നു പരാതി. വർഷങ്ങൾക്ക് മുൻപ് മരിച്ച കാരിത്തോട്ട സ്വദേശി അന്നമ്മയുടെ പേരിൽ മരുമകൾ അന്നമ്മ വോട്ട് ചെയ്യുകയായിരുന്നു. വീട്ടിലെ വോട്ടിൽ കള്ളവോട്ട് ചെയ്തു എന്ന LDFന്റെ പരാതിയിലാണ് വരണാധികാരിയായ ജില്ലാ കളക്ടർ നടപടി സ്വീകരിച്ചത്. BLO അമ്പിളി, പോളിംഗ് ഓഫീസർമാരായ ദീപ, കലായസ് തോമസ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. വോട്ട് അസാധുവായി കണക്കാക്കാനുള്ള നടപടിയും സ്വീകരിക്കും. UDF വാർഡ് മെമ്പറും 144 ബൂത്ത് BLO അമ്പിളിയും ഒത്തുകളിച്ച് കള്ളവോട്ട് നടത്തി എന്നായിരുന്നു LDFന്റെ ആരോപണം. 6 വർഷം മുമ്പേ 874 അന്നമ്മ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഇവരുടെ മരുമകളായ അന്നമ്മയെ കൊണ്ട് 18-ാം തീയതി ഈ ഉദ്യോഗസ്ഥരും BLOയും കൂടെ വന്ന് വീട്ടിൽ വന്ന് വോട്ട് ചെയ്യിപ്പിച്ചു. BLOയും അവിടുത്തെ വാർഡ് മെമ്പറും കൂടാണ് ഇവിടെ ഇവർ കോൺഗ്രസ്. ബോധപൂർവം നടത്തിയ കള്ളവോട്ടല്ല എന്നാണ് BLO അമ്പിളിയുടെ വാദം. എന്നാൽ വീട്ടിൽ വോട്ടിനായി ടോൾഡി ഫോം പൂരിപ്പിക്കുന്നതിലും വോട്ട് രേഖപ്പെടുത്തുന്നതിലും തനിക്ക് തെറ്റുപറ്റിയെന്ന് BLO സമ്മതിച്ചു. പറഞ്ഞില്ലേ നമ്മൾ അന്നമ്മ ഈ 66 വോട്ടേഴ്സ് ലിസ്റ്റിന് 66 വയസ്സ് അവർ കിടപ്പ് രോഗിയാണല്ലോ, അവർക്കും ഈ ടോൾഡി ഫോം കൊടുക്കുമല്ലോ എന്നുള്ള എൻ്റെ ആ തെറ്റിദ്ധാരണ കാരണം എനിക്ക് പറ്റിയ അബദ്ധമാണ്. ജില്ലയിൽ വ്യാപകമായി കള്ളവോട്ട് നടത്താനാണ് UDF പദ്ധതിയെന്ന് LDF നേതാക്കൾ ആരോപിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.